ഇന്ത്യയിലെ ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിനെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് ലോകത്തിന് മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തിക്കൊണ്ട് ഒരു ക്രിമിനൽ 500-ലധികം ആളുകളുള്ള അന്താരാഷ്ട്ര ശൃംഖലയെ ഒരു വലിയ മാഫിയ സാമ്രാജ്യത്തെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ സർക്കാർ എന്തു ചെയ്യുകയായിരുന്നിരിക്കാം? ഇന്ത്യയിലെ അതീവ സുരക്ഷിതമെന്ന് കരുതുന്ന ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് മൊബൈൽ ഫോണുകളും എൻക്രിപ്റ്റ് ചെയ്ത ഇന്റർനെറ്റ് ഉപകരണങ്ങളും ഉപയോഗിച്ചു കൊണ്ടൊരാൾ രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ ക്രിമിനൽ സാമ്രാജ്യം ഭരിക്കുന്നു. തടവറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് കിഡ്നാപ്പിങ്ങും കള്ളപ്പണം വെളുപ്പിക്കലും മയക്കുമരുന്ന് കച്ചവടവും എന്തിന് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന രീതിയിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി പ്രമുഖ മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുകയും ദയയില്ലാതെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ആരാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന ഇന്ത്യയിലെ പോലീസും അധികാരികളും ജയിലിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ വളർത്താൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങും അവരെ സ്പോട്ട് ചെയ്ത ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്നും നമുക്ക് നോക്കാം. 2023 ജൂൺ മാസമാണ് കാനഡയിലെ ഗുരുദ്വാരയ്ക്ക് മുൻപിൽ വെച്ച് പ്രമുഖ ഖാലിസ്ഥാനി വിഘടനവാദിയായിട്ടുള്ള ഹർദീപ് സിംഗ് നിജാറിനെ 2 പേർ ചേർന്ന് കൊല്ലുന്നത്. ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ച ആളായതുകൊണ്ട് ഇന്ത്യയിൽ പലർക്കും അത് സന്തോഷമുണ്ടാക്കിയെങ്കിലും സ്വന്തം രാജ്യത്ത് വന്ന് അവരുടെ പൗരനെ വധിച്ചത് കാനഡയിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. അതിനെ തുടർന്ന് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിൽ വളരെ വലിയ തകർച്ചയാണ് ഉണ്ടായത്. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ ആ കൊലപാതകത്തിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാർ ആണെന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇന്ത്യൻ സർക്കാർ അതിനെ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടേയിരുന്നു. പരസ്പരം നയതന്ത്രജ്ഞന്മാരെ പുറത്താക്കുകയും വ്യാപാര ചർച്ചകളിൽ പരുങ്ങലുണ്ടാവുകയും ചെയ്ത 3 വർഷങ്ങളാണ് അതിനെ തുടർന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്ന അന്വേഷണത്തിന്റെ 3 കുറ്റപത്രം പരസ്യമാക്കിയത് ഇന്ത്യ കാനഡ ബന്ധത്തിൽ സമാധാനത്തിന് കാരണമായിട്ടുണ്ട്. ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്താണെന്ന് സംശയം ഉണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ ശൃംഖലയ്ക്ക് എതിരെ അമേരിക്ക നടത്തിയിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിച്ചമർത്തലാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ സ്വയം ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തു തന്നത്. നമ്മുടെ നാട്ടിൽ വേരുകളുള്ള ഈ ക്രിമിനൽസ് ചെറിയ കാര്യങ്ങളല്ല ചെയ്യുന്നത്. മുഴുവൻ യൂറോപ്പിൽ നിന്നുമായി പലതരത്തിലുള്ള ക്രൈമുകളുടെ പേരിൽ 37 പേർക്കെതിരെ കേസെടുക്കുകയും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും മാത്രമായി ഏകദേശം 24 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ടണ്ണെടുത്ത് മയക്കുമരുന്നുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു രാജ്യത്ത് അതിക്രമിച്ചു കയറി അവിടുത്തെ പൗരനായിട്ടുള്ള നിജാറിന്റെ വധത്തിന്റെ മുഴുവൻ ആസൂത്രണവും ഉത്തരവാദിത്വവും ലോറൻസ് ബിഷ്ണോയുടെയും അവരുടെ നോർത്ത് അമേരിക്കൻ കമാൻഡറായിട്ടുള്ള ഗോൾഡി ബ്രാറിന്റെയും തലയിലാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തെ തുടർന്നാണ് റോയൽ കനേഡിയൻ മൗണ്ട്സ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് തെളിയിക്കാൻ ഇപ്പോൾ തക്കതായ യാതൊരു തെളിവുകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല, യാതൊരു ബന്ധവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നും സംഘടിത കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഈ അന്വേഷണത്തിൽ ഇന്ത്യൻ സർക്കാർ സഹകരിച്ചതായും കനേഡിയൻ പോലീസ് പറയുകയുണ്ടായത്. പക്ഷെ അവരെടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈം കേസ് നിഞ്ചാർ കൊലപാതകത്തെ കുറിച്ചുള്ള കനേഡിയയുടെ അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നേക്കാമെന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇവർ മുൻപ് ബിഷ്ണോയ് ഗ്യാങ്ങുമായി ഇന്ത്യൻ സർക്കാരിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. എന്തായാലും കുറ്റപത്രങ്ങൾ പുറത്തു വന്നതോടെ കാനഡയുമായിട്ടുള്ള ബന്ധം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തന്നെ നിജാറിന്റെ വധത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പശ്ചാത്തലവും നമ്മുടെ രാജ്യത്ത് അതുണ്ടാക്കിയിട്ടുള്ള സ്വാധീനവും മനസ്സിലാക്കേണ്ടതും വളരെ സുരക്ഷിതമാണെന്ന് കരുതുന്ന ഇന്ത്യൻ ജയിലുകളിൽ ഇരുന്നു കൊണ്ട് പോലും എങ്ങനെയാണ് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് പ്രവർത്തിച്ചിരുന്നത് എന്നും ഓപ്പറേഷൻ ഹാർഡ് ബോൾ എങ്ങനെയാണ് വിജയിച്ചതെന്നും കാനഡയിലും അമേരിക്കയിലും ബിഷ്ണോയ് ഗ്യാങ്ങിനെ നമ്മുടെ സർക്കാർ ഉപയോഗിച്ചോ എന്നതുമുള്ള കാര്യങ്ങളെല്ലാം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആഗോള തലത്തിലുള്ള പ്രതിച്ഛായയെ പോലും ഈ വിഷയം പലതരത്തിലാണ് ബാധിച്ചിട്ടുള്ളത്. വർഷങ്ങളായി നടന്നു വന്നിട്ടുള്ള സ്പെയിൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ വരെ പങ്കാളികളായിരുന്ന അന്വേഷണത്തിന്റെ ഫലമാണ് ഈ ഓപ്പറേഷൻ ഹാർഡ് ബോൾ എന്ന് പറയുന്നത്. ഈ അന്താരാഷ്ട്ര സിൻഡിക്കേറ്റിനെ തകർക്കുന്നതിന് വേണ്ടി ന്യൂഡൽഹി, മെക്സിക്കോ, മാഡ്രിഡ്, ഒട്ടാവ എന്നിവിടങ്ങളിലെ FBI ഉദ്യോഗസ്ഥർ ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാലാണ് അവർ 3 വ്യത്യസ്ത കുറ്റപത്രങ്ങളായി അത് പുറത്തുവിട്ടത്. അതിലെ ആദ്യത്തെ കുറ്റപത്രം എന്ന് പറയുന്നത് ലോറൻസ് ബിഷ്ണോയിയുടെ ബിസിനസ് സാമ്രാജ്യം ബിഷ്ണോയ് എന്റർപ്രൈസിനെ പറ്റി ഉള്ളതാണ്. ലോറൻസ് ബിഷ്ണോയ്, ഗോൾഡി ബ്രാർ, രോഹിത് ഗൊദര എന്നിവരുൾപ്പെട്ട 6 പേർക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, പണം തട്ടിയെടുക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ, മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്ക് പുറമെ നിജാറിന്റെ കൊലപാതകത്തിനും കുറ്റം ചുമത്തിയിട്ടുണ്ട്.
ബിഷ്ണോയി ഇന്ത്യൻ ജയിലിൽ കിടന്നുകൊണ്ട് ടാർഗറ്റ് ആയിട്ടുള്ള നിജാറിന്റെ ചിത്രങ്ങളും വിലാസവും കൈമാറി. എന്നിട്ട് നോർത്ത് അമേരിക്കൻ FBI മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലുള്ള FBI വിവരം നൽകുന്നവർക്ക് $5000 പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുള്ള ഗോൾഡി ബാരനെ കൊണ്ടത് നടപ്പിലാക്കുകയായിരുന്നു. ഓപ്പറേഷൻ ഹാർബോളിന്റെ രണ്ടാമത്തെ കുറ്റപത്രവും ഇന്ത്യൻ ബേസുള്ള ഗ്യാങ്ങിനെ ചുറ്റിയുള്ളതാണ്. അത് ബിഷ്ണോയി ഗ്യാങ്ങിന് എതിർചേരിയിലുള്ള ഭഗവാൻപുരിയ സിൻഡിക്കേറ്റ് ആണ്. ഈ സിൻഡിക്കേറ്റിന്റെ ആളും ഇന്ത്യയിലെ ജയിലിൽ തന്നെയാണുള്ളത്. അമേരിക്കയിൽ മാത്രം 100-ലധികം അംഗങ്ങളാണ് ഇവർക്കുള്ളത്. ലോകമെമ്പാടുമായി ഏകദേശം 1000-ലധികം മെമ്പേഴ്സാണ് ഇവർക്കുള്ളത്. എതിരാളികളെയും അവരുടെ കുടുംബ അംഗങ്ങൾക്കുമെതിരെ വ്യാജ ക്രിമിനൽ കേസുകൾ ചുമത്തിക്കൊണ്ട് അത് ഒത്തുതീർപ്പാക്കാൻ കോടിക്കണക്കിന് രൂപ അവരോട് ആവശ്യപ്പെടുകയും തട്ടിയെടുക്കുകയൊക്കെയാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വിവരം എന്നത് ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി അവരുടെ ഒത്താശയോട് കൂടിയാണ് ഇങ്ങനെയെല്ലാം ഇവർ ചെയ്യുന്നത് എന്നാണ്. കള്ളന്മാർക്കും കൊലപാതകങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ഇന്ത്യൻ സിസ്റ്റത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്ത കുറ്റപത്രം ഉള്ളത് രവീന്ദ്ര സിംഗ് ധാണ്ട എന്ന് പറയുന്ന ആളിനെ കുറിച്ചുള്ളതാണ്. വാൻകൂവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അയാൾ ഇപ്പോൾ യൂറോപ്പിലാണ് പ്രവർത്തിക്കുന്നത്. അയാൾ വലിയ വാണിജ്യ ട്രക്കുകളിൽ ഒളിപ്പിച്ച് ദക്ഷിണ കാലിഫോർണിയയിൽ നിന്ന് കാനഡയിലേക്ക് ആഴ്ചതോറും 100 കിലോഗ്രാമിൽ അധികം മയക്കുമരുന്നുകളാണ് കടത്തിക്കൊണ്ടിരുന്നത്. അമേരിക്കയുടെ അടക്കം 11 രാജ്യങ്ങളിലെ പോലീസുകാർ കഷ്ടപ്പെട്ടാണ് ഇത്രയധികം വലിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെല്ലാം കാരണമായിട്ടുള്ള ബിഷ്ണോയി ഇന്ത്യൻ ജയിലിൽ സുഖവാസം ഇരിക്കുകയായിരുന്നു. അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് രാജ്യങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ ക്രിമിനൽ സാമ്രാജ്യം അയാൾ ഭരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ അയാൾ അടിവരയിടാൻ ശ്രമിക്കുന്നതും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും താനൊരു ദേശാഭിമാനിയും വലിയ മതവിശ്വാസിയാണെന്നൊക്കെയാണ്. ഒരു ഹിന്ദു ഡോൺ ആകാനാണ് തനിക്ക് താല്പര്യമെന്ന് അയാൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ജയിലിൽ കിടക്കുമ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും വലിയ ഫോളോവേഴ്സാണ് ഇയാൾക്കുള്ളത്. ചെറുപ്പക്കാരായ യുവാക്കളെ തങ്ങളിലേക്ക് ആ ഗ്യാങ്ങിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഇമേജ് ആണിതെന്നാണ് US ഏജൻസികൾ പറയുന്നത്. ലോറൻസ് ബിഷ്ണോയി ജയിലിനുള്ളിൽ നിന്നും ഗോൾഡി ബ്രാർ നോർത്ത് അമേരിക്കയിൽ നിന്നും രോഹിത് ഗോദര യൂറോപ്പിൽ നിന്നും ഈ ശൃംഖല നിയന്ത്രിച്ചു കൊണ്ടുപോവുകയായിരുന്നു ഇത്രയും കാലം. മയക്കുമരുന്ന് കച്ചവടമായിരുന്നു അവരുടെ പ്രധാന വരുമാന സ്രോതസ് ആയിട്ടുണ്ടായിരുന്നത്. ഇവർ ആളുകളെ ഭയപ്പെടുത്തി നിരന്തരം പണം തട്ടുകയും അവരുടെ സ്വാധീനം കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ ഇന്ത്യയിലെ സിനിമാ നടനായിട്ടുള്ള സൽമാൻ ഖാന്റെ വീടിന് മുൻപിൽ വെടിവെപ്പ് വരെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇന്ത്യയിലെ ബാബ സിദ്ദിഖ്, സിന്ധു മൂസവാല തുടങ്ങിയ പ്രമുഖരുടെ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ബിഷ്ണോയി പരസ്യമായി ഏറ്റെടുക്കുക പോലും ചെയ്തിട്ടുള്ള ആളാണ്. കാനഡയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചാലും ഇന്ത്യയുടെ മറ്റ് നാണക്കേടുകൾ മറയുന്നില്ല. കാരണം അമേരിക്കയിൽ അന്വേഷണത്തിലുള്ള ഗുർപന്തൻ സിംഗ് പന്നൂർ വധശ്രമ കേസാണ്. ഇന്ത്യൻ റോ ഉദ്യോഗസ്ഥനായിട്ടുള്ള വികാസ് യാദവ് ഖാലിസ്ഥാൻ അനുകൂലിയായിട്ടുള്ള അമേരിക്കൻ പൗരനായ പന്നൂനെ കൊല്ലുന്നതിന് വേണ്ടി ഇന്ത്യൻ പൗരനായിട്ടുള്ള നിഖിൽ ഗുപ്ത എന്ന ഒരാളെ നിയോഗിച്ചു എന്നതാണ് അമേരിക്കയുടെ മറ്റൊരു ആരോപണം നിലനിൽക്കുന്നത്. എന്നാൽ ഈ കൊലപാതകത്തിന് വേണ്ടി അവർ ഹിറ്റ്മാനായി നിയോഗിച്ച ആൾ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷന്റെ അണ്ടർ കവർ ഓഫീസറെ തന്നെയായിരുന്നു. അദ്ദേഹം ഇവരുടെ ഫുൾ പ്ലാനുകളും റെക്കോർഡ് ചെയ്യുകയായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ വിജിലൻസ് ഓഫീസറായിട്ടുള്ള വികാസ് യാദവ് പ്രോട്ടോകോളുകൾ പലതും ലംഘിച്ചുകൊണ്ട് യൂണിഫോമിലുള്ള ചിത്രവും നിജാറിന്റെ കൊലപാതക ദൃശ്യങ്ങളും ഇവർക്ക് അയച്ചു കൊടുക്കുക വരെ ഉണ്ടായി. എന്നാൽ ഈ വികാസ് യാദവ് വെറും ഒരു റോക്ക് ഓഫീസർ, അതായത് നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് എന്നാണ് ഇന്ത്യ പറയുകയുണ്ടായത്. മാത്രമല്ല, ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ട് മറ്റൊരു കേസിൽ ഇന്ത്യയിലെ തന്നെ ജയിലിൽ ഇയാളെ ആക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ജയിലിൽ തടവിൽ കിടക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അവരെ കൈമാറാനുള്ള നിയമത്തെ ചൂഷണം ചെയ്യാനാണ് ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. നിഞ്ചർ കേസിൽ ഇന്ത്യക്ക് സമാധാനം ലഭിച്ചെങ്കിലും ഇന്ത്യൻ റോ ഏജന്റ് ഉൾപ്പെട്ടിട്ടുള്ള പന്നൂർ കേസ് ഇപ്പോഴും ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് മുൻപിൽ ഒരു പ്രശ്നമായി ഉയർന്നു വരാൻ ഇടയുള്ളതാണ്. അങ്ങനെയിരിക്കെ അവർ ആവശ്യപ്പെട്ടാൽ പോലും അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ടുള്ള ഇയാളെ ഇന്ത്യ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇടയില്ല. അയാൾ ഇനിയും ദീർഘകാലം ഗുജറാത്തിലെ സമർബതി ജയിലിൽ അതീവ സുരക്ഷിതനായി ആഡംബരത്തോടെ കഴിയും. അത് നമ്മുടെ ഭരണകൂടത്തിന്റെ പോരായ്മകളെയും അധികാര ദുരുപയോഗത്തിനെയും കഴിവുകേടുകളെയും അടിവരയിടുകയും ചെയ്യും.